RSS നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുള്ള ആനന്ദ് കെ തമ്പിയുടെ ശബ്ദരേഖ പുറത്തുവന്നു. മനസ്സും ശരീരവും പണവും സമയവും സംഘടനയ്ക്ക് നൽകിയിട്ടും ഒഴിവാക്കിയെന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. സുഹൃത്തുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ആദ്യം ആ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ രണ്ടും കൽപ്പിച്ച് എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. പ്രഷർ എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ഒരാളും വിലക്കൊന്നുമില്ല. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന്. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. ഷെവീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. ഷെവീദ്, അന്ത്യം കണ്ടേ മാറൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് അവസാനം സൂയിസൈഡിന്റെ വഴി തിരഞ്ഞെടുത്തത്. തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. പറയൂ ഷെവീദ്. ഒരുപക്ഷെ നമുക്ക് പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ ആനന്ദ് കെ തമ്പി, അതായത് ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ ബ്യൂറോയിൽ നിന്നും ഈ ആനന്ദ് കെ തമ്പിയെ ബന്ധപ്പെട്ടിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന തീരുമാനമൊക്കെ ചോദിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം പിന്നീട് അത് പറയാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഒടുവിൽ അദ്ദേഹം വളരെ നിർഭാഗ്യവശാൽ മരണമെന്നുള്ള വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ സന്ദേശത്തിൽ അവസാനം പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ ഇതായിരുന്നു: എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല, പക്ഷേ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നു എന്നതാണ്. ഈ മരണത്തിന് തൊട്ടു മുൻപ് വരെയും ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത്. അതുതന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലെ കൊണ്ട് എത്തിച്ചത് എന്നൊക്കെയുള്ള വളരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തുമായി സംസാരിക്കുന്ന 52 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിലും RSS നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ BJP നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. മനസ്സും ശരീരവും പണവും സമയവും സംഘടനയ്ക്ക് നൽകി, എന്നിട്ടും സംഘടന ഒഴിവാക്കിയെന്ന സുഹൃത്തിനോട് ആനന്ദ് പറയുന്ന ശബ്ദരേഖ, ഇത് ഇന്നലെ നടന്ന ശബ്ദരേഖയാണ്. ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്രമാത്രം അവമാനിച്ചിട്ടും വെറുതെ ഇരിക്കാൻ മനസ്സിന് കഴിയുന്നില്ല, അതിനാലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആനന്ദ് കെ തമ്പി തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് സുഹൃത്തുക്കളടക്കം പറയുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളിൽ ആരും തന്നെ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിട്ടില്ല. പകരം ഫോണിലൊക്കെ വിളിക്കുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്, വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഈ രീതിയിൽ RSS നേതൃത്വത്തിനെയും BJP നേതൃത്വത്തിനെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടാണ് തൃക്കണ്ണാപുരത്തെ BJP പ്രാദേശിക പ്രവർത്തകനായിട്ടുള്ള ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. കുടുംബത്തിനടക്കം വലിയ വിയോജിപ്പുകൾ, വലിയ ചില വിമർശനങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും BJP ജില്ലാ നേതൃത്വം ആനന്ദിന്റെ കുടുംബവുമായിട്ടടക്കം ഉടൻ ബന്ധപ്പെടും. മാത്രമല്ല, ഇതൊരു വലിയ വിവാദമായി ഇതിനോടകം തന്നെ മാറിയിട്ടുമുണ്ട്. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.